കൊച്ചി ഇടപ്പള്ളിയിൽ പെൺകുട്ടിയെ കത്തിയുമായി ആക്രമിക്കാൻ ശ്രമിച്ചയാളെ പിടികൂടി. സമീപത്തെ റോഡിൽ വെച്ച് യുവാക്കൾ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അക്രമി ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് ഇയാൾ ഈ അതിക്രമം കാണിച്ചത്? പള്ളിക്കടുത്തുള്ള ചമ്പോക്കടവ് എന്ന് പറയുന്ന മേഖലയിൽ ഒരു യുവാവ് കത്തിയുമായി ഭീതി പടർത്തിയത്. അതുവഴി നടുറോഡിലൂടെ നടന്നു പോയിരുന്ന ഒരു പെൺകുട്ടിയെ ഈ കത്തി കാണിച്ച് പേടിപ്പിക്കുകയും നേരെ കത്തി വീശുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, തൊട്ടടുത്ത ചില വീടുകളിലും അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചിരുന്നു. ചില വീടുകളുടെ ചില്ല് തകർക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. ഇത്തരത്തിൽ ഒരു ബർമുട മാത്രം ധരിച്ച് ഷർട്ടൊന്നും ധരിക്കാതെ ഒരു കത്തി മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭീതി ഉണ്ടാക്കിയ യുവാവിനെയാണ് പിന്നീട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ നേരത്തെ ഈ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഈ മേഖലയിൽ ആകമാനം പരിശോധനയും തിരച്ചിലും നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം തൊട്ടടുത്തുള്ള വനിതാ തിയേറ്ററിനോട് ചേർന്നുള്ള റോഡിൽ വെച്ച് ഒരു കൂട്ടം യുവാക്കൾ ഇയാളെ തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയും പിന്നീട് പോലീസ് വന്ന ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയുമായിരുന്നു. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടോ അതോ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇയാൾ വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾ ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇയാൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കൃത്യം ചെയ്തത് എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. വ്യക്തമാണ്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.